നടൻ മമ്മൂട്ടിയുടെ അസുഖവാർത്ത അറിഞ്ഞതിന് ശേഷം നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ അന്വേഷിച്ചത്. കഴിഞ്ഞ ദിവസം റമദാൻ പ്രമാണിച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്ന മമ്മൂട്ടി തിരികെ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് എത്തിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അസുഖം കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലാക്കിയ ആരോഗ്യ പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയണം. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ചികിത്സ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ അസുഖം വളരെ പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഘട്ടമാണ്. ആദ്യത്തേത് കഴിഞ്ഞ് നല്ല റെസ്റ്റ് എടുത്തതിന് ശേഷം മമ്മൂട്ടി ആശുപത്രിയിൽ എത്തി. എന്നാൽ വീട്ടിൽ വന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രോട്ടോൺ തെറാപ്പി ആയതുകൊണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ മമ്മൂട്ടിക്ക് ആശുപത്രിയിലേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നിലയിലേക്ക് ഇതിൻ്റെ ഘട്ടം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചികിത്സാ ഘട്ടം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ആശുപത്രിയിലെ തൊട്ടരികിലാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ സമാധാനമായി മക്കളോടൊപ്പവും ചെറുമക്കളോടൊപ്പവും തന്നെ സമയം ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു അസുഖം നമുക്ക് തുരത്തി ഓടിക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് മമ്മൂട്ടി. ഇപ്പോൾ ഈ മാസം പകുതിയോടെ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മമ്മൂട്ടി ആരാധകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബസൂക്ക ഇറങ്ങും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ബസൂക്കയ്ക്ക് വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ബസൂക്ക ഇപ്പോൾ തിയേറ്ററിൽ എത്തുന്നതും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. പ്രമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി എത്തുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഏതായാലും ഇതൊരു 5 ദിവസം കൂടി നീണ്ടു നിൽക്കും. ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മമ്മൂട്ടി പുറത്തേക്ക് ഇറങ്ങും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും അദ്ദേഹം നന്നായി നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. എപ്പോഴും ഡയറ്റ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, ചുള്ളനായിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുതന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കഴിവ്. ദുൽഖർ സൽമാനേക്കാളും ലുക്ക് ആരെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയും മമ്മൂട്ടിയാണെന്ന്. മമ്മൂട്ടിയായിരിക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കാറുള്ളത്. ഈ ഒരു പ്രായത്തിലും ആ ചടുലതയോടെ തന്നെ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ തന്നെ മമ്മൂട്ടിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. മമ്മൂട്ടി അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട അഭിനയം തൻ്റെ ചോരയിൽ കലർന്നതുപോലെയാണ് മമ്മൂട്ടി പെരുമാറാറുമുള്ളത്. വർഷങ്ങളോളമാണ് ഈ കാണുന്ന ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് മമ്മൂട്ടി. മലയാളികൾക്കൊന്നും പകരം വയ്ക്കാനില്ലാത്ത ഈ നടൻ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുകയും ചെയ്യും. മമ്മൂട്ടിയുടെ അസുഖം എല്ലാം തന്നെ പൂർണ്ണമായി ഭേദമായി എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബസൂക്ക സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകർ എല്ലാവരും തന്നെ. മമ്മൂട്ടിയുടെ അസുഖവാർത്ത അറിഞ്ഞ് എത്രയോ പേരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്. അത്രയധികം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ മമ്മൂട്ടി.